നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ മനസ്സ് തുറക്കാൻ പറ്റുന്ന കുറച്ചെങ്കിലും കൂട്ടുകാരെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് നല്ലതാണ്. പിന്നെ നിങ്ങളുടെ നിന്ന് കിട്ടുന്ന സാധനം മൊത്തം എടുത്ത് അവൻ്റെ ആ ന്യൂസ് ഈ ന്യൂസ് മറ്റേ ന്യൂസ് എടുത്തിട്ട് നിങ്ങളുടെ മെമ്പർത്വം എടുത്ത് തന്നെ നിങ്ങളുടെ അടുത്ത പണി തരുന്ന ടീമുള്ള അങ്ങനത്തെ കൂട്ടുകാരെ നമുക്കറിയാം. അതുകൊണ്ട് പറയുവാണ്, അങ്ങനത്തെ കൂട്ടുകാരനെ വയസ്സായിട്ട് തിരഞ്ഞെടുക്കുക. 1. 2, ഈ മുതിർന്ന ആൾക്കാർ കുടുംബത്തിലുണ്ടെങ്കിൽ നല്ലതാണ് ഒരു ടച്ച് നിൽക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്ന് വർത്തമാനം പറയണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണും. കൂട്ടുകാർക്കിടയിലും ഞങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി 4-5 ഫാമിലീസ് കൂടി നിൽക്കുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഏതൊരു വീട്ടിനകത്ത് ഭയങ്കര സ്ട്രെസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ കൂട്ടുകാരുടെ കൂടി അവിടെ കൂടുന്നല്ലേ, അവരെല്ലാവരും കൂടി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എല്ലാവരുടെ കൂടി 1-2 രാത്രി ഒരിടത്ത് നിൽക്കുന്നു, വർത്തമാനം പറഞ്ഞു. അല്ലെങ്കിൽ ഒരിടത്ത് നിൽക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ ഹോളിഡേ പോകുന്നവരെ ഒരിടത്തോട്ട് ഒരു റൂം എടുത്തിട്ട് എല്ലാവരുടെ കൂടി നിൽക്കുന്നു. പിള്ളേരെല്ലാം കൂടി കളിച്ച് വെള്ളം വെച്ചു, ഒന്ന് റിഫ്രഷായി. അതിനിടയ്ക്ക് കുറേ വെള്ളം അടിക്കുന്നവരെ വെള്ളം അടിക്കും, കുറേ വർത്തമാനം പറയും, കുറേ വഴക്ക് കൊടുത്തിടയ്ക്ക് അങ്ങോട്ടും വർത്തമാനം ഉണ്ടാവും. ഈ പറയേണ്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ടും പറഞ്ഞു കഴിയും. ഇത്രയും ആൾക്കാർ കേട്ടുകൊണ്ടിരിപ്പുണ്ട്, ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ടും അറിയാത്തതല്ല. പക്ഷെ ഞങ്ങളത് ഭയങ്കര റിലീവ്ഡാണ്.